ഇത് 1970-കളിലെ ഒരു സിനിമ പ്രൊജക്ടറാണ്. ആ സമയത്ത് പ്രേം നസീറായിരുന്നു സൂപ്പർ സ്റ്റാർ. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തില് ബ്ലാക്ക് ആൻഡ് വൈറ്റും അതുപോലെ കളർ സിനിമകളൊക്കെ ഉണ്ടായിരുന്നു. ഈ പ്രൊജക്ടർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. എനിക്ക് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നിയത്. കാരണം 80-കളിലെയും 90-കളിലെയൊക്കെ ഫിലിംസിന് കുറച്ചുകൂടി വീതി അതുപോലെ കളറൊക്കെ ഉണ്ടാവും. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ്. ട്രാവൻകൂർ ഹെറിറ്റേജ് സൊസൈറ്റി സംഘടിപ്പിച്ച ഇന്ത്യൻ ഹിസ്റ്ററി എക്സ്പോ എന്ന പരിപാടിയിലാണ് ഞാനിത് കണ്ടത്. ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടത് തൊടുപുഴയിലായിരുന്നു. ഇവിടെ ഒരുപാട് ആന്റിക് കളക്ഷൻസ് ഉണ്ട്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ കണ്ടത് പൈസയാണ്. 1935 പൈസ. അതില് ഒരു ബ്രിട്ടീഷ് രാജാവിന്റെ പടമാണ് കൊത്തിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ പണ്ടത്തെ 10 പൈസ, 5 പൈസ, അണപ്പൈസ അങ്ങനെ ഒരുപാട് പൈസകൾ ഇവിടെ ഉണ്ട്. എല്ലാം പഴയ പൈസകൾ. ഈ 10 പൈസ കണ്ടിട്ട് നമുക്കൊരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യും. പണ്ട് കാലത്ത് തിരുവിതാംകൂറുകാര് പണം സൂക്ഷിച്ചു വയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന പണപ്പെട്ടി, അതുപോലെ തൂക്കം നോക്കാൻ ഉപയോഗിച്ചിരുന്ന കല്ല്, അതായത് പണ്ടത്തെ വെയിങ് മെഷീനാണ് ഈ കാണുന്നത്. പിന്നെ അതുപോലെ തിരിക്കല്ലുകൾ, പിന്നെ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്ന പങ്ക, അതുപോലെ പുൽത്തൈലൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന പണ്ടത്തെ മെഷീൻ, അങ്ങനെയുള്ള പഴയ പഴയ കാര്യങ്ങൾ കുറെ ഉണ്ട്. പിന്നെ എന്താ പറയാ, അത് വാറ്റുന്ന കുപ്പിയാണ് ഈ കാണുന്നത്. പിന്നെ അതെ, അലാവുദ്ദീൻ അത്ഭുത വിളക്കിന്റെ ഒക്കെ വിളക്ക് പോലത്തെ ഒരു വിളക്ക്, പിന്നെ പഴയ ചെമ്പ് പാത്രങ്ങള്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, പാതാളക്കരണ്ടി. ഈ ഒരു ബിൽഡിങ്ങിന്റെ 1-ാം നിലയിലും ഇതുപോലുള്ള ഐറ്റംസ് ഒരുപാടുണ്ട്. വീണ്ടും ഇങ്ങനെ പാത്രങ്ങൾ കാണാം. പിന്നെ മീനെ പിടിക്കാൻ ഉപയോഗിക്കുന്ന ഒറ്റാലുണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ, കുറെ സാധനങ്ങളുണ്ട്. പറഞ്ഞാ തീരില്ല. ഇവിടെ കാണുന്നത് നെല്ലിളക്കാൻ ഉപയോഗിക്കുന്ന പറകളാണ്. ഒരു 10-20 വർഷം മുമ്പൊക്കെ ഉപയോഗിച്ചിരുന്ന തേപ്പട്ടി ഉണ്ട്, പാതാളക്കരണ്ടി, മരപ്പാത്രം. പിന്നെ ഇതെന്തോ പൂട്ടാണ്, പണ്ടത്തെ പൂട്ട്, പറങ്കിപ്പൂട്ട്, പറങ്കികള് പോർച്ചുഗീസുകാർ ഉപയോഗിച്ച പൂട്ടാണത്. പിന്നെ പണ്ട് നമ്പൂരിമാരൊക്കെ മുറുക്കി തുപ്പാൻ ഉപയോഗിച്ചിരുന്ന കോളാമ്പി, വട്ടക്കോളാമ്പി. അതുപോലെ തന്നെ ഇത് വിളക്കുകള്, പഴയ കുടം, ഇതൊക്കെ ചെമ്പ് പാത്രങ്ങളാണ്. പിന്നെ എന്താ പറയാ, ഇത് അലാവുദ്ദീന്റെ വിളക്ക്, പിന്നെ കിണ്ടി. അതുപോലെ തന്നെ ഇതെന്തോ പാത്രമാണ്, പാൽപാത്രം. പിന്നെ ഇത് ജയിലിലെ ആൾക്കാർ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ കുറെ ഉണ്ട്. പ്രദർശന വസ്തുക്കൾ തുടരുന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ ചില സാധനങ്ങളൊക്കെ ഇവർ വിൽക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അതേ പിന്നെ പണ്ടത്തെ ഉണ്ണിയപ്പത്തിന്റെ ചട്ടി പോലത്തെ സാധനം, എന്ത് ചെയ്യണം, പല്ലാങ്കുഴി. ഈ സാധനം മറ്റേ ഈ ഈ മഞ്ചാടിക്കുരുക്ക് ഉപയോഗിച്ചിട്ട് പണ്ട് കാലത്തെ ആൾക്കാര് കളിക്കുമായിരുന്നു. അതിനുപയോഗിക്കുന്നതായിരുന്നു ഈ പല്ലാങ്കുഴി കേട്ടോ. ഇനി അങ്ങോട്ട് പണ്ടത്തെ മ്യൂസിക്കിന് ഉപയോഗിക്കുന്ന, അതായത് ഈ ആംപ്ലിഫയർ അങ്ങനെ ഉള്ള കാര്യങ്ങളാണ്. ഈ ടേപ്പ് റെക്കോർഡർ, ഇതൊക്കെ സെയിലിന് വേണ്ടിയിട്ടുള്ളതാട്ടോ. നല്ല പൈസ പിടിക്കും. പഴയതാണെന്ന് വിചാരിക്കേണ്ട, ഒടുക്കത്തെ പൈസയാണ്. കാരണം ഒരാള് ചോദിക്കണ ഞാൻ കേട്ടായിരുന്നു, എന്തോ ഒരു ചെറിയ സാധനത്തിന് കണ്ട 500 രൂപ. ഗാന്ധിജിയുടെ പടം വന്നിട്ടുള്ള പഴയൊരു ന്യൂസ് പേപ്പറാണ്. ഇതുപോലെ പഴയ കാലത്തെ ന്യൂസ് പേപ്പർ കഷ്ണങ്ങൾ ഒരുപാടുണ്ട്. നമ്മുടെ ചരിത്രമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറെ ഉണ്ട്. നമ്മുടെ PC ജോർജിന്റെ സ്ഥലം കേട്ടിട്ടില്ലേ, പൂഞ്ഞാറ്. പണ്ട് കാലത്ത് അവിടെ ഒരു രാജാവ് ഉണ്ടായിരുന്നു, എന്താ പറയാ, രാജഭരണം ഉണ്ടായിരുന്നു. അവര് സന്ദേശം കൊടുക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു കുഴലായിരുന്നു അത്. ഈ ഒരു കണ്ണടയില്ലേ, ഇത് ഗാന്ധിജിയുടെ കണ്ണടയാണെന്ന് ചോദിച്ചപ്പോ ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു. പിന്നെ ഒന്നുകൂടി ചോദിച്ചു കഴിഞ്ഞപ്പോ അതുപോലത്തെ ഒരു കണ്ണടയാന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ കണ്ട എല്ലാ വസ്തുക്കളും കാണിച്ചിട്ടില്ല, വേറെയും കുറെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഏതായാലും വീഡിയോ ഇവിടെ തൽക്കാലം നിർത്തുകയാണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.